ലോകാവസാനം അരികെ എത്തി. ലക്ഷണങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന്. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ മാത്രമാണ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ടതായാണ് കരുതുന്നത്. തുടർന്ന് ഭൂമിയിൽ നിരവധി പരിണാമങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എത്ര തന്നെ ശാസ്ത്രം വികസിച്ചെന്ന് പറഞ്ഞാലും ഇന്നും ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. 2025 തുടക്കത്തോടെ വീണ്ടും ചർച്ചയാവാൻ തുടങ്ങിയതാണ് ലോകാവസാനം എന്നത്. അടുത്തിടെ കടലിന്റെ അടിത്തട്ടിലുള്ള ഓർ മത്സ്യങ്ങൾ കരയിലേക്ക് വരാൻ തുടങ്ങിയതാണ് പ്രധാന കാരണമായി ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഭൂകമ്പ സൂചനയാണെന്നും ലോക അവസാനത്തിന്റെ അടയാളമാണ് എന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഈ ചർച്ചകൾക്ക് പിന്നിലുള്ള കാരണം എന്താണെന്ന് വ്യക്തമായി നോക്കാം. കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഓർ മത്സ്യങ്ങൾക്ക് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജീവനോടെയോ അല്ലാതെയോ ഇവ കരക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്നാണ് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ്. ഈ മീനിനെ പറ്റി ജപ്പാനിൽ വിവിധ കെട്ടുകഥകൾ ആണുള്ളത്. ഈ മത്സ്യം കരയിലെത്തിയാൽ ഭൂകമ്പവും സുനാമികളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഇവർ കരുതുന്നത്. 2001 ജപ്പാനിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനു മുമ്പ് ഓർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കടലിൽ ഏകദേശം 3300 അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. ഇത്തരത്തിൽ ദുരന്തങ്ങൾക്ക് മുമ്പാണ് ഈ മത്സ്യങ്ങൾ മുകളിലേക്ക് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പാമ്പിനോട് സാദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് 20 അടിയിലേറെ നീളമുണ്ടെന്നാണ് പറയുന്നത്. കടലിനടിയിൽ സീമീസ് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസം. എന്നാൽ ഇതുവരെ ശാസ്ത്രീയമായ ഒരു തെളിവുകളും ഇതിന് ലഭിച്ചിട്ടില്ല. ഈ മാസം 10-ാം തീയതി വീണ്ടും ഒരു ഓർ മത്സ്യം കരക്കടിഞ്ഞിരുന്നു. ഇതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. കൂടാതെ ഉടൻ തന്നെ ലോകാവസാനം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ലോക അവസാനത്തെക്കുറിച്ച് ഐസക് ന്യൂട്ടന്റെ ചില കണ്ടെത്തലുകളും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. 300 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1704 ഈ പ്രവചനം ഐസക് ന്യൂട്ടൻ നടത്തിയിരിക്കുന്നത്. 2060 ലോകം അവസാനിക്കുമെന്നാണ് ഇത് പ്രകാരം വിശ്വസിക്കുന്നത്.